ഞാൻ വന്നപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഓടി വന്നു. അവിടെ ഒരു കുട്ടി ഷോക്ക് കഴിച്ച് മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംഭവം അറിഞ്ഞ്. പിന്നെ CCTVക്കകത്തൊക്കെ അവർ നോക്കി വീഡിയോ ഒക്കെ എല്ലാം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വന്ന് വിഷമമായി. മിഥുനൊപ്പം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച കുട്ടിയാണ്. അവൻ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഈ അപകടം നടന്നത്. പിന്നീട് വരുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അവനാണ് നേരത്തെ തൻ്റെ പ്രിയ കൂട്ടുകാരന് അവസാനമായി അവനെ കണ്ട ശേഷം മടങ്ങിയത്. അതിനു മുൻപ് നമ്മളോട് സംസാരിച്ചതാണ് കേട്ടത്. കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അവസാനമായി ഒരു നോക്ക് കാണുകയാണ് ആ വിദ്യാലയമുറ്റത്ത്. അധ്യാപകർ, നാട്ടുകാർ, രക്ഷിതാക്കൾ, ഒരുപാട് മനുഷ്യർ. വലിയ തിരക്കുണ്ട്. പോലീസിന് ആളുകളെ നിയന്ത്രിക്കാൻ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ആളുകൾ ഇങ്ങനെ അല്ലേ, ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ഈ സംഭവം അറിഞ്ഞ് ആളുകളുടെ മനസ്സിലുള്ള ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിനെ നമുക്കറിയാത്ത പോലും കുഞ്ഞിനെയാണെങ്കിൽ പോലും അവനിപ്പോൾ ആളുകളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു കുട്ടിയായി മാറി. എനിക്ക് തോന്നുന്നു അവൻ്റെ അനുഭവങ്ങൾ കൂടിയായിരിക്കും ഒരു പക്ഷേ അഭിലാഷ് ആളുകൾക്ക് ഇത്രയ്ക്ക് അവനോടൊരു സ്നേഹം തോന്നാൻ കാരണം. ഒരു 13 വയസ്സിൽ ഇന്നത്തെ നമുക്കറിയാം കുട്ടികളികൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് കുട്ടികളാണ് ജീവിത പ്രതിസന്ധികൾ കൊണ്ട് 13 വയസ്സിൽ ഒരു പക്ഷേ ഒരു 18-കാരൻ്റെയോ 20-കാരൻ്റെയൊക്കെ ഒരു പക്വതയിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തെ അങ്ങനെ കാണുന്ന നിലയിലേക്ക് മാറുന്നത്. അങ്ങനെ മാറ്റപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ മൂലം മാറേണ്ടി വന്ന ഒരു കുട്ടിയാണ് അവൻ. അത്ര ഗൗരവത്തോടെ കുടുംബം നല്ലിടത്തേക്ക് നടത്തിക്കൊണ്ടു പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് സുജിത്ത്, മിഥുൻ്റെ അനിയൻ, പറഞ്ഞ ആ വാക്കുകളിലുണ്ട്. മിഥുൻ എന്ന 13-കാരൻ ആ കുടുംബത്തിന് എത്രത്തോളം ഒരു ഗൃഹനാഥനെ പോലെ അല്ലെങ്കിൽ അത്രയും ഉയർന്ന നിലയിൽ തന്നെ അവനെ ആളുകളും കണ്ടിരുന്നു. അതാണ് സമീപവാസികളൊക്കെ മാമ എന്ന് വിളിച്ചു വന്ന് ഇപ്പോൾ ഒരു അമ്മൂമ്മയൊക്കെ കരഞ്ഞത് കണ്ടത്. അത്രയും ഒരു ശ്രദ്ധ, കെയർ എന്നത് ഒരുപക്ഷെ ഇന്ന് മുതിർന്നവർക്ക് പോലും നഷ്ടമാകുന്ന ഒരു ക്വാളിറ്റി ആ കുട്ടിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ആ കണ്ണീരായി പലരിൽ നിന്ന് നമ്മൾ കാണുന്നത്. ആ വിദ്യാലയ അങ്കണം നിറഞ്ഞിട്ടുണ്ട്. അത്ര അധികം ആളുകൾ അവിടെയുണ്ട്. സ്റ്റെഫിൻ അവിടെയുണ്ട്. സ്റ്റെഫിൻ അവിടെ ആ വരിവരിയായി നിൽക്കുന്ന ഓരോ ആളുകളോടും സ്റ്റെഫിൻ സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം ഹൃദയം തകരുന്ന ഓർമ്മകളാണ് പറയാനുള്ളത്. അത്രമേൽ വലിയ വിഷമം ആ മനുഷ്യരെ സംബന്ധിച്ചുണ്ട്. സ്കൂളിൽ എത്ര നേരം ഉണ്ടാവുമ്പോൾ ദർശനം? തീർച്ചയായിട്ടും. കാരണം നമ്മൾ അല്പം മുമ്പ് നമ്മൾ ഈ സ്കൂളിൻ്റെ പരിസരത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ നമ്മളൊരു തോപ്പിൽ മുക്ക് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ ഒരു വലിയ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അതായത് ഈ സ്കൂളിൽ നിന്നും പഠിച്ച വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളുടെ മുഖങ്ങൾ ഉള്ള ഫ്ലെക്സ് ബോർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിജയം തുടരുമെന്നുള്ളതായിരുന്നു അതിൻ്റെ അടിക്കുറിപ്പ്. അതിൻ്റെ തൊട്ട് അടുത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരെയും തോപ്പിൽമുക്ക് ജംഗ്ഷനിൽ എത്തുമ്പോൾ വേദനിപ്പിക്കുന്നത് മിഥുൻ്റെ മുഖമാണ്. കഴിഞ്ഞ ഒരു 2-3 ദിവസം വരെ അവിടെ എത്തുന്നവരെല്ലാം തന്നെ കണ്ടിരുന്നത് ഈ സ്കൂളിൻ്റെ വിജയ കിരീടം ചൂടിയ വിദ്യാർത്ഥികളുടെ മുഖമാണ് എങ്കിൽ കഴിഞ്ഞ 2-3 ദിവസമായി കാണുന്നത് ആ മിഥുൻ്റെ നമ്മളെല്ലാം കണ്ണീരണിയിപ്പിക്കുന്ന ആ മുഖമാണ്. അത് കാണുന്നതിന് വേണ്ടിയാണ് ഈ ആളുകളെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. സ്ത്രീകളടക്കമുള്ള ആളുകൾ, അയൽക്കാരെല്ലാം തന്നെ ഇവിടെയുണ്ട്, നാട്ടുകാരുണ്ട്. വലിയൊരു വേദനയല്ലയോ തിരിപ്പും? ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി, വലിയ കഷ്ടമായി പോയി. അങ്ങനെ ഓരോ ആളുകൾ നമുക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഞങ്ങൾ തൊട്ടടുത്തുള്ളതാ സംഭവം നടക്കുന്നതൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. അത്രയധികം ആളുകളുണ്ട്. അതുകൊണ്ടാണ്. എന്താണിത് ചേട്ടാ, എന്താണ് ഈ ഒരു വാർത്ത ഈ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ തോന്നിയത്? ഇവരുടെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് പ്രധാനമായിട്ടും. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പിന്നെ അപകടം എപ്പോഴും എവിടെയും വരാമല്ലോ. ഓരോ കുഞ്ഞുങ്ങളുള്ളവരൊക്കെ എല്ലാം ഒരു മനസ്സിലൊരു പിടയല്ലേ? പേടിയായി. എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമവും എല്ലാം. ആകെ ഈ നാട് മുഴുക്കെ വല്ലാണ്ടായി പറയാൻ. ഈ കുഞ്ഞുങ്ങളെ നേരത്തെ അറിയാമോ? കുഞ്ഞിനെ നേരത്തെ അറിയാമോ? എന്നാലും കാണാൻ വേണ്ടി കാണാൻ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് വന്നവരുണ്ട് അല്ലേ? എന്താണ് മനസ്സിൽ വരുന്നത്? ഭയങ്കര ദുഃഖമുണ്ട്. ഭയങ്കര ദുഃഖമുണ്ട്. എൻ്റെ മോനും പഠിക്കുന്ന സ്കൂളായത്. അറിയാമോ ഈ കുഞ്ഞിനെ? അറിയാമോ? എത്ര ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്? എൻ്റെ മോൻ 10ലാണ് പഠിക്കുന്നത്. ചേട്ടൻ്റെ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണോ? ഈ സ്കൂളൊക്കെ ആയിട്ട് കുറേ ബന്ധങ്ങളും അല്ലെങ്കിൽ പരിചയമൊക്കെ കാണുമല്ലേ? ഇതൊക്കെ കേട്ടപ്പോൾ എന്താ തോന്നുന്നത്? ചേട്ടൻ വലിയൊരു സംഭവമായി പോയി. ഇത്രയേ
അങ്ങനെ ആളുകൾ ഏതായാലും ഇപ്പോഴും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ കുഞ്ഞിനെ, അവൻ്റെ ചേതനയേറ്റ ശരീരം ഒന്ന് അവസാനമായി കാണുന്നതിന് വേണ്ടി, അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് ഇങ്ങനെ തുടരുകയാണ്. അഭിലാഷ്.